ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മലേഷ്യയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കാണാതെ പോകരുത്. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറിയിട്ടാണ് പുത്രാജയ എന്ന് പറയുന്ന ഒരു സ്ഥലം. മലേഷ്യൻ്റെ ഒരു പ്രധാന നഗരമാണ് ഈ പുത്രാജയ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ സർക്കാർ ഓഫീസിൻ്റെയും അതുപോലെ എല്ലാത്തിൻ്റെയും ഹെഡ് ഓഫീസ് ഉള്ളത്. അത് മാത്രമല്ല പ്രൈം മിനിസ്റ്റർ ഓഫീസ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു മസ്ജിദ് പുത്ര എന്ന് പറയുന്ന ഒരു പള്ളി. അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. ആ ഒരു പള്ളി പ്രൈം മിനിസ്റ്റർ ഓഫീസൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് വ്ളോഗാണ് എൻ്റേത്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് നടന്ന് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് കേട്ടോ. ഏകദേശം ഒരു 27 മിനിറ്റ് ഉണ്ട് നമ്മളെ ട്രെയിന് വരാൻ. അതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ കേട്ടോ. Akan melalui stesen ini sebentar lagi. Untuk keselamatan anda, sila berdiri di belakang garisan kuning. A high-speed train will be passing through this station. For your safety, please stand behind the yellow line. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്ന് അവസാനം നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ട്രെയിന്. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പാണ് കേട്ടോ എനിക്ക് ഇറങ്ങേണ്ടത്. ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് ട്രെയിനിൽ. എന്തായാലും ഞാൻ അവിടെ എത്തിയതിനു ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നതാണ് പുത്രാജയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഞാൻ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ഓഫീസ്, അതുപോലെ മസ്ജിദ് പുത്ര എന്ന് പറയുന്ന പള്ളിയൊക്കെ. ഇവിടുന്ന് ഞാനൊരു ചെറിയ ഗ്രാബ് വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. സത്യം പറയാമല്ലോ, ഈ ഒരു റെയിൽവേ സ്റ്റേഷനും അതുപോലെ ഇവിടുത്തെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതുമാത്രമല്ല സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്. നമ്മളെ നാട്ടിലത്തെ മാതിരി കുറ്റം പറയുന്നതല്ല, നമ്മളെ നാട്ടിലത്തെ മാതിരി ഒരുപാട് ഒച്ചയും ബഹളവും അങ്ങനത്തെ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ ഈ കാണുന്ന ആപ്ലിക്കേഷനിലാണ് ഞാൻ ടാക്സി ബുക്ക് ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ഒരു 7 റിംഗറ്റാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോകാൻ. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എത്താൻ. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് പള്ളിയും ബാക്കിയുള്ള ചുറ്റുപാടും അതുപോലെ ആ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന് ഇതാ ഈ ഒരു ഗ്രാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം. ദൂരെ ആ കാണുന്ന പള്ളിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതാണ് മസ്ജിദ് പുത്ര എന്ന് പറയുന്ന പള്ളി. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസ്. ഇത്രയും ദൂരത്തു നിന്ന് തന്നെ ആ പള്ളി കാണാൻ എന്ത് രസമാണെന്ന് അറിയുമോ. തൊട്ടപ്പുറത്ത് കൊട്ടാരം പോലെ നിൽക്കുന്ന ആ ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസും പള്ളി ഞാൻ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഏകദേശം ഞാൻ പള്ളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ബാക്കി വിഷ്വൽസും കൂടി കാണിച്ചു തരാം കേട്ടോ. Thank you boss. Thank you so much. ചങ്ങായിമാരെ, ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഇതുപോലുള്ള കൂൾ ഡ്രിങ്ക്സുകൾ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ തോതിൽ ഐസ്ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്കോൺ അങ്ങനത്തെ മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് വലിയ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണിത്.
പ്രത്യേകിച്ച് ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പം ഞാൻ എന്തായാലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇതുപോലുള്ള ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇവിടുത്തെ ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ഒന്ന് എനർജി കൂട്ടണം, എന്നിട്ട് വേണം ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. എന്തായാലും ഞാൻ ഇനി നിങ്ങൾക്ക് നല്ല അടിപൊളി വിഷ്വൽസ് കാണിച്ചു തരാം പള്ളീൻ്റെത്. പണ്ട് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിനി, നമ്മളെ താജ്മഹലിലും ഇതുപോലൊരു കവാടമുണ്ട്. ആ ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ താജ്മഹൽ നല്ല മനോഹരമായിട്ട് കാണുന്നൊരു ദൃശ്യം. അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ കേട്ടോ. സത്യം പറയാലോ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയും ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ആ പള്ളി ഇങ്ങനെ മനോഹരമായിട്ട് തെളിഞ്ഞു വരുന്നൊരു ദൃശ്യം ഉണ്ടല്ലോ, അതിമനോഹരമാണിത്. ഉള്ളോട്ട് കയറിയതിന് ശേഷം നമുക്ക് ഈ കാണുന്നതൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു റാക്കാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവിടെ കൊണ്ടുപോയി നമ്മൾ ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലൊക്കെ സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടും, അതും ഉപയോഗിക്കാം. എന്തായാലും ചെരുപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് മനോഹരമായി ഒരു പള്ളി കാണട്ടോ. രണ്ട് മൂന്ന് പേരിലാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത്. പ്രധാന പേര് മസ്ജിദ് പുത്ര എന്നാണ്. എന്തുകൊണ്ടാണ് മസ്ജിദ് പുത്ര എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ, മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന തുങ്കു അബ്ദുൽ റഹ്മാൻ പുത്ര അൽ ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനാർത്ഥമാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദ് പുത്ര എന്ന് പേര് വരാൻ കാരണം. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് മോസ്ക് എന്നറിയപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു പള്ളീൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിലാണ് ഈ ഒരു പള്ളിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് ഫ്ലോട്ടിംഗ് മോസ്ക് എന്നറിയപ്പെടുന്നത്. അതിമനോഹരമായ ഈ ഒരു പള്ളിക്ക് വേറൊരു പേരും കൂടിയുണ്ട്. ആ പേരാണ് പിങ്ക് മോസ്ക്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈ ഗ്രാനൈറ്റുകളൊക്കെ റോസ് കളറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് പിങ്ക് മോസ്ക് എന്ന് പേര് വരാൻ കാരണം. 1997 ഈ പള്ളിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 1999 ഈ ഒരു പള്ളിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 250 മില്യൺ റിങ്കറ്റിനാണ് ഈ ഒരു പള്ളിൻ്റെ മുഴുവൻ പണിയും തീർന്നിട്ടുള്ളത് കേട്ടോ. 15,000-ലധികം വിശ്വാസികൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈ ഒരു പള്ളി രൂപകൽപ്പന ചെയ്തത് പേർഷ്യൻ മുഗൾ മലായി കൾച്ചറിലാണ്. എന്തായാലും ഞാനൊന്ന് ഒതു കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ പള്ളീൻ്റെ ഉൾവശത്തോട്ടൊന്ന് കയറട്ടെ. ഉൾവശം ഒന്ന് കണ്ടു നോക്കി അതിമനോഹരമായ ഇതിൻ്റെ രൂപകൽപ്പന നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്ര മനോഹരമായുള്ളൊരു പള്ളിയാണ് ഈ കാണുന്ന മസ്ജിദ് പുത്ര എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പള്ളിൻ്റെ ഉൾവശത്തോട്ട് കയറാനുള്ള ഡോറുകൾ. ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് തനിയെ വേറൊരു ഡോറുണ്ട്. അതിലൂടെ കയറി കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേകമായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പള്ളിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഡോറിലൂടെയാണ് ഞാൻ കയറുന്നത്. ഞാൻ എന്തായാലും കയറിയിട്ട് ഇനി
അതിമനോഹരമായ മസ്ജിദ് പുത്ര എന്ന് പറയുന്ന പള്ളിയുടെ ഉൾഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിനി പുറത്തിറങ്ങിയിട്ട് നമ്മൾ മനോഹരമായ കൊട്ടാരം പോലെ നിൽക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസും കൂടി ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ആയിരത്തി 1997 തന്നെയാണ് ഈ കാണുന്ന ഓഫീസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. 99 മസ്ജിദിൻ്റെയും ഈ കാണുന്ന ഓഫീസിൻ്റെയും നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മഹാതിർ മുഹമ്മദ് എന്ന മഹാനായ വ്യക്തിയാണ് ഈ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും നമുക്ക് പള്ളിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ഫാമിലീസ് വന്ന് ഇതുപോലെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ അവരുടെ സ്കേറ്റിംഗ് ബോർഡും അതുപോലെ അവർക്കുള്ള സൈക്കിള് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഓട്ടി കളിക്കുന്നുണ്ട്. അതുമാത്രമല്ല കുഞ്ഞു കുട്ടികൾ നമ്മളെ ബബിൾസ് ഉണ്ടല്ലോ, ഈ കാണുന്ന പോലെ കുറേ ബബിൾസൊക്കെ ഉണ്ടാക്കി അത് പൊട്ടിക്കുന്ന ആ രംഗം കാണുന്നത് നല്ല രസമാണ്. അങ്ങനെ ഞാൻ എന്തായാലും ആ കാണുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസ് കുറച്ച് നേരം നോക്കി നിന്ന് അങ്ങനെ ഞാൻ ഈ സ്ഥലത്തിനോട് വിട പറഞ്ഞ്. ഇനി നേരം വൈകിക്കഴിഞ്ഞാൽ എനിക്കെൻ്റെ ട്രെയിനും കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ മനോഹരമായ ആ ഒരു സ്ഥലവും ആ ഒരു തടാകമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എന്തായാലും പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നടന്ന് ഇനി എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഈ കാണുന്ന പോകുന്ന പോക്കിലാണ് നല്ല മനോഹരമായി മോഡിഫൈ ചെയ്തൊരു കാറ് കണ്ടത്. ഏത് കമ്പനിയാണെന്ന് അറിയില്ല, എന്തായാലും നല്ല മനോഹരമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. 1980കളിൽ തലസ്ഥാനമായ കോലാലംപൂരിൽ ജനസംഖ്യാ വർധനവും അതുമൂലം തിരക്കും കാരണം മലേഷ്യയിലെ സർക്കാർ ഓഫീസുകളെല്ലാം ഒരു നഗരത്തിലോട്ട് മാറ്റാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു നഗരമാണ് ഈ കാണുന്ന പുത്രാജയ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മഹാനായ വ്യക്തിയായിരുന്ന ഡോക്ടർ മഹാതിർ മുഹമ്മദ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ കാണുന്ന മഹാനഗരം രൂപം കൊണ്ടത്. ഒരു കാലത്ത് റബ്ബറിൻ്റെയും എണ്ണപ്പനകളുടെയും നഗരമായിരുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ഈ രീതിയിലാക്കിയ എല്ലാ ഭരണാധികാരികൾക്കും ഒരു വലിയൊരു സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നഗരത്തോട് വിട പറയുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇനി എൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര. കാരണം എനിക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണെങ്കിലും വളരെ സേഫായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ പോകുന്ന വഴിക്കും കണ്ടു. നിങ്ങൾ നോക്കി ഈ തടാകവും ആ ഒരു പരിസരവും അതുപോലെ ഈ ഒരു പാലുണ്ടല്ലോ, ഈ പാലത്തിൽ കാണുന്ന ലൈറ്റ് മലേഷ്യൻ്റെ ഒരു ഫ്ലാഗിൻ്റെ ഒരു കളറാണ് കേട്ടോ. അതുമാത്രമല്ല ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളി ദൂരെ നിന്ന് ഒരുപാട് നല്ല ലൈറ്റോട് കൂടിയുള്ള ഭംഗിയായിട്ടുള്ളൊരു പള്ളി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കാർഡ് മലേഷ്യയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്. ടച്ച് ആൻഡ് ഗോ കാർഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത് 7-Eleven പോലെയുള്ള മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ ആ ഡോറൊന്ന് ഓപ്പൺ ആക്കി തരും.
അതിനുശേഷം നമ്മൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ പോയിട്ട് ഇതുപോലെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ട്രാവൽ ചാർജ് വന്നിട്ടുണ്ടോ ആ ട്രാവൽ ചാർജ് ആ കാർഡിൽ നിന്ന് കട്ടാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. 7 മിനിറ്റ് സമയമുണ്ട് ഇനി നമ്മുടെ ട്രെയിന് വരാൻ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ചെയ്യുമാരെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ട്രാവൽ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ലീവ് കിട്ടുന്ന ദിവസത്തിൽ നല്ല യാത്രകളൊക്കെ ചെയ്യണം, ഒരുപാട് വീഡിയോസ് എടുക്കണം, ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. അതുമാത്രമല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.